നമുക്ക് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തെഴുതി പുതിയ വാക്കുകളുണ്ടാക്കി പഠിക്കാം. അതുപോലെ നമുക്ക് പുതിയ പുതിയ വാക്കുകളും പരിചയപ്പെടാം. ഇനി നമുക്ക് ആവശ്യമായ അക്ഷരങ്ങൾ പഠിക്കാം. അക്ഷരങ്ങളല്ല, വാക്കുകൾ. അപ്പോൾ ആദ്യത്തേത് കണ്ടല്ലോ, അ എ അ. ആ അതിന് ഫത്തഹ് കൊടുത്തു. ബുൻ അബുൻ, അത് രണ്ടായിട്ട് എഴുതിയിരിക്കുന്നു. ആ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതിയപ്പോൾ കണ്ടോ, അബുൻ. അബുൻ എന്ന് പറഞ്ഞാൽ പിതാവ്, ഫാദർ എന്നാണ് അർത്ഥം. അടുത്തത് നോക്കൂ, ഉമ്മുൻ. അലിഫിനോട് മറ്റൊരക്ഷരം അലിഫ് കഴിഞ്ഞ് ചേർത്ത് എഴുതത്തില്ല, അതുകൊണ്ട് രണ്ടായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പ്രത്യേകം പ്ലസ് ഇട്ട് കാണിക്കണ്ടല്ലോ. ഉമ്മുൻ, മാതാവ്, മദർ എന്നാണ് അർത്ഥം. ഉമ്മുൻ. അടുത്തത് നോക്കിയേ, എ അംസിട്ട് കസറ് ബ് നുൻ, എബുനുൻ. പുത്രൻ അല്ലെങ്കിൽ മകൻ എന്നാണ് അർത്ഥം. അത് എഴുതിയിരിക്കുന്നുണ്ടോ. അപ്പോൾ അലിഫിനോട് വേറൊരു അക്ഷരം ചേർത്ത് എഴുതാത്തത് കൊണ്ട് അലിഫ് കഴിഞ്ഞ് ബാ സെപ്പറേറ്റ് എഴുതി, അത് കഴിഞ്ഞ് ബാ നൂനും കൂടെ ചേർത്ത് എഴുതുന്നതുകൊണ്ട് അങ്ങനെ എഴുതും. അപ്പം ഇബ്നുൻ. അടുത്ത് നോക്കുക, ബിൻതുൻ. ബിൻതുൻ പെൺകുട്ടി, മകൾ. ഇതിന് ബിന്ദുൻ എന്നാണ് പറയുന്നത്. ബിൻതുൻ. ഈ 3 അക്ഷരങ്ങളും ഒരുമിച്ച് ചേർത്ത് എഴുതുന്നതാണ്, അതുകൊണ്ടാണ് അങ്ങനെ എഴുതുക. അടുത്തത് നോക്കുക, അഹുൻ. അഹുൻ. അഹുൻ എന്ന് പറഞ്ഞാൽ സഹോദരൻ അല്ലെങ്കിൽ ബ്രദർ. ഇംഗ്ലീഷിൽ ബ്രദർ എന്ന് പറയും. അപ്പോൾ അത് രണ്ടും അലിഫിനോട് ഹ ചേർത്ത് എഴുതാത്തത് കൊണ്ടാണ് സെപ്പറേറ്റ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ടാണ് സെപ്പറേറ്റ് കാണിക്കാത്തത്. അഹുൻ. ഉഹ്തുൻ. ഉഹ്തുൻ സഹോദരി. ഹംസിട്ട് അലിഫ് ഉകാരം ലമ്മ കൊടുത്തു. അടുത്ത ഹ് ത് തുൻ, ഉഹ്തുൻ. അലിഫിനോട് ഹ ചേർത്ത് എഴുതാത്തതുകൊണ്ടാണ് സെപ്പറേറ്റ് നിൽക്കുന്നത്. അലിഫിനോടെന്നല്ല, അലിഫിനോട് വേറൊരു അക്ഷരവും ചേർത്ത് എഴുതത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് ഹാവും താവും കൂടെ ചേർത്ത് എഴുതിയിരിക്കുന്നുണ്ടോ. ഹാഇൻ്റെ പകുതിയോട് താ ചേർത്ത് ഹാഇന് സുക്കൂനും താഇന് ഇരട്ടത്തൻവീനും കൊടുത്തു. ഓക്കെ. അടുത്ത നോക്കിയാൽ അമ്മുൻ. അമ്മുൻ എന്ന് പറഞ്ഞാൽ ഐന് ഫത്തഹ് മീമിന് ഷദ്ദിട്ട് ലമ്മും കൊടുത്തു. അമ്മുൻ. അമ്മുൻ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ സഹോദരൻ സഹോദരനാണ്. വലിയച്ഛനോ ചെറിയച്ഛനോ വലിയപ്പായോ മുത്താപ്പായോ കുച്ചാപ്പായോ അങ്ങനെ പറയുന്നതാണ് അമ്മുൻ. ഇവിടെ നമ്മൾ ഐനോട് മീമ് ചേർത്ത് എഴുതുമ്പം ഐനിൻ്റെ പകുതി മാത്രമേ എഴുതത്തുള്ളൂ, ചേർത്ത് എഴുതിയിരിക്കുന്ന കണ്ടോ. അടുത്ത നോക്ക്, അമ്മത്തുൻ. അമ്മത്തുൻ ഐനാണ്. ഐനിൻ്റെ പകുതിയും മീമിൻ്റെ പകുതി വാലില്ല, അതിൻ്റെ കൂടെ തുൻ എന്നും കൂടെ ചേർത്തപ്പം അമ്മത്തുൻ. അതായത് അമ്മെന്ന് പറഞ്ഞത് പിതാവിൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞു, അമ്മത്തുൻ എന്ന് പറഞ്ഞത് പിതാവിൻ്റെ സഹോദരി എന്ന് പറഞ്ഞു. ഇവിടെ തുൻ വന്നാണ്ടോ. ഇപ്പം അറബിയിൽ ഒരു സ്ത്രീലിംഗ പദമാക്കാൻ വേണ്ടിയിട്ട് അവസാനം ഈ താ ചേർക്കും, അപ്പോഴത് സ്ത്രീലിംഗം. അപ്പോൾ ഉമ്മുൻ അത് സാധാരണ ഒരു സ്ത്രീലിംഗ പദമാണ് ഉമ്മ എന്ന് പറയുന്നത്. ഇപ്പം അമ്മുൻ എന്ന് പറഞ്ഞാൽ അമ്മാവനെ അതിൻ്റെ സ്ത്രീലിംഗ പദം വരുമ്പോൾ അമ്മത്തുൻ, അതിന് അവസാനം താ ചേർക്കുക. അത് നമുക്ക് പിന്നെ പഠിക്കാം. അപ്പം നിങ്ങൾ ഈ പദങ്ങളൊന്ന് പരിചയപ്പെട്ടാലും മാത്രം മതി. അടുത്ത നോക്കുക, ഹാലുൻ. ഹാലുൻ അത് എഴുതിയിരിക്കുന്ന നോക്കുക, ഹ എന്ന അക്ഷരവും അതിനോട് അലിഫും കൂടെ ചേർത്ത്. അപ്പോൾ ഹാഇൻ്റെ പകുതിയും അലിഫും കൂടെ ചേർത്തപ്പോൾ ഫത്തവും കൂടെ കൊടുത്തപ്പോൾ ഇപ്പം അലിഫിനോട് വേറെ അക്ഷരം ചേർത്ത് എഴുതാത്തത് കൊണ്ടാണ് ഗ്യാപ്പ് വിട്ടിട്ട് ഹാലുൻ അലിഫിനോട് ചേർത്ത് എഴുതാൻ. ഹാലുൻ. ഹാലുൻ എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ സഹോദരൻ എന്നാണ് അർത്ഥം. അത് ഹാലത്തുൻ. ഹാലുൻ എന്ന് പറഞ്ഞ് അപ്പോൾ അതിൻ്റെ സ്ത്രീലിംഗം വരുമ്പം അതിൻ്റെ കൂടെ അവസാനം ഒരു താവും കൂടെ ചേർക്കുന്നേ ഉള്ളൂ. തുൻ. ഹാലത്തുൻ മാതാവിൻ്റെ സഹോദരി, ഇതിനാണ് ഹാലത്തുൻ. അടുത്ത നോക്ക്, മുത്തശ്ശൻ മുത്തശ്ശി അല്ലെങ്കിൽ ഉപ്പുപ്പ അല്ലെങ്കിൽ ഉമ്മുമ്മ. അതിനെന്താ പറയുന്നത് നോക്ക്, ജദ്ദുൻ. ഉപ്പുപ്പ മുത്തശ്ശൻ ജദ്ദുൻ. ജീമിൻ്റെ പകുതിയും ദാല് കൊടുത്ത് ഇരട്ടിക്കണം ദ. അപ്പോൾ ഷദ് കൊടുത്തു, പിന്നെ ദുൻ എന്നായതുകൊണ്ട് ഉൻ എന്ന ചിഹ്നവും കൊടുത്തു, ജദ്ദുൻ. അപ്പോൾ അതിൻ്റെ സ്ത്രീലിംഗം ആകാൻ നമ്മൾ അതിൻ്റെ കൂടെ ഈ തുൻ എന്നും കൂടി അവസാനം ചേർത്താൽ മതി, ജദ്ദത്തുൻ. അപ്പോൾ ജദ്ദത്തുൻ കഴിഞ്ഞിട്ട് ദ കഴിഞ്ഞിട്ട് ദാലിനോട് വേറൊരു അക്ഷരം ചേർത്ത് എഴുതാത്തത് കൊണ്ടാണ് താ വേറെ എഴുതിയിരിക്കുന്നത്. കണ്ടോ, ജദ്ദത്തുൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്ഷരങ്ങൾ ചേർത്ത് എഴുതാത്ത വാക്കുകൾ. അത് ഏതൊക്കെയാണെന്ന് അറിയില്ലെങ്കിൽ പഴയ ക്ലാസ്സുകളിൽ പോയി കണ്ടുപഠിക്കുക. ഓക്കെ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അത് കണ്ടാൽ മതി. ഇതൊക്കെ ഭർത്താവ് ഭാര്യ, അതിനുള്ള വാക്ക് സൗജുൻ. ഭർത്താവിന് പറയുന്നത് സൗജുൻ, ഭർത്താവ്. അത് കഴിഞ്ഞ് വാവിന് സുക്കൂൻ, ജീമിന് ലമ്മ് തൻവീൻ ഇട്ട് കൊടുത്തു. അപ്പോൾ സൗജുൻ. ഇതുണ്ടോ, സായിനോട്
വേറൊരക്ഷരം ചേർത്തെഴുതില്ല, വാവിനോടും വേറൊരക്ഷരം ചേർത്തെഴുതില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, സൗജുൻ ഓരോ അക്ഷരം പ്രത്യേകമായിട്ട് എഴുതിയിരിക്കുന്നു. അപ്പോൾ സൗജുൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ്. അപ്പോൾ ഈ സൗജിൻ്റെ കൂടെ ഒരു തുൻ കൂടെ ചേരുമ്പോൾ സ്ത്രീലിംഗവും ഭാര്യ എന്നാവും, സൗജത്തുൻ. അവിടെ എൻ്റെ കൂടെ എഴുതിയിരിക്കുന്നുണ്ടോ, നേരത്തെ നമ്മൾ എഴുതിയ വാക്കിനോട് ദാലിനോട് ചേർത്ത് എഴുതാത്തതുകൊണ്ട് സെപ്പറേറ്റ് എഴുതി. ഇപ്പം എന്താണ് നമ്മൾ സൗജത്തുൻ ജീമിനോട് ചേർത്ത് എഴുതുന്നതുകൊണ്ട് എഴുതിയിരിക്കുന്ന വ്യത്യാസം കണ്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കുറേ വാക്കുകൾ പഠിച്ചു. അതിപ്പോൾ തന്നെ ഇതിൻ്റെ ഞാൻ പറയുന്നതിന് കൂടെ തന്നെ കാണാതെ പഠിക്കുക. ഓരോ ക്ലാസ്സും അതുപോലെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അറബി ഭാഷ സ്വയം കൈകാര്യം ചെയ്യാൻ കഴിയും. അത്യാവശ്യം എഴുതാനും വായിക്കാനും വാക്കുകളും പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഗ്രാമർ സെക്ഷനിലോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പഠിക്കാം. വേറൊരു കാര്യം, ഇപ്പം എൻ്റെ തമ്മിലുള്ള വ്യത്യാസം ഒരു കാര്യം മനസ്സിലായോ? ഇതിൽ അറബി ഭാഷയിൽ സ്ത്രീലിംഗവും പുല്ലിംഗവും സാധാരണ സ്ത്രീലിംഗത്തിന് അവസാനം ചേർത്തുകൊണ്ടാണ് സ്ത്രീലിംഗം ഉണ്ടാക്കുന്നത്, അതേ പദത്തോടെ. അല്ലാതുള്ള സ്ത്രീലിംഗ പദങ്ങളും ഉണ്ട് പൊതുവേ സ്ത്രീലിംഗ പദമായിട്ട് ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ തന്നെ ചേർക്കാതെ തന്നെ ഉറവിടം അത് ഉത്ഭവത്തിൽ തന്നെ സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളും ഉണ്ട്. അതൊക്കെ നമുക്ക് കൂടുതൽ ഉയരങ്ങളിലോട്ട് എത്തുമ്പോൾ പഠിക്കാം. ഇപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക. ചേർത്താൽ ഒരു വാക്കിനോടൊപ്പം അവസാനം ചേർക്കുമ്പോൾ എന്താകും, സ്ത്രീലിംഗം ഉണ്ടാകും. ആ രണ്ട് തരത്തിൽ ചേർക്കും. മറ്റൊരക്ഷരത്തോട് ചേർക്കാൻ പറ്റാത്ത അക്ഷരത്തോട് ചേർത്ത് എഴുതാത്ത എഴുതുന്നത് നമ്മൾ ആ ജദ്ദത്തുൻ എന്നെഴുതിയ ജദ്ദത്തിൽ കണ്ടു. മറ്റക്ഷരത്തോട് ചേർത്ത് എഴുതുന്നത് സൗജത്തുൻ എന്നതിൽ കണ്ടു. ഓക്കെ.